അങ്ങനെയല്ല അന്വേഷണം. ഇതവരെ ആരാണ് അന്വേഷണം പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ കുട്ടികൾക്ക് അപമാനമാണ്. അവർ വലിയ കടുങ്കൈ ചെയ്ത് കളയും. അവരെടുത്ത് ചാടി ഒരു കൺക്ലൂഷൻ എത്തി ഇവരായിരിക്കാണ് മോഷ്ടിക്കാൻ സാധ്യത. അവിടെയാണ് പോലീസിന് തെറ്റിയത്. പേരുക്കട പോലീസിൻ്റെ ഭാഷ്യം, അവരുടെ അന്വേഷണ രീതി ശരിയായില്ല. എടുത്തു ചാടി ഇതുപോലെയുള്ള പരിചയക്കുറവുള്ള ചില പോലീസുകാർ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പോലീസിലുണ്ടാക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. പൊതുജനങ്ങൾ സഹിക്കുകയാണ്. മനഃപൂർവ്വം കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസിൽ ആവശ്യമില്ല. ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ ഇമേജാണ് കളയുന്നത്. തിരുവനന്തപുരം പേരൂർക്കട മാലമോഷണ കേസിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി ആർ ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ നൽകിയ പരാതി വ്യാജം. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടേയില്ലെന്നും ജോലിക്കാരിയായ ദളിത് യുവതി ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ പുനരന്വേഷണത്തിൽ വ്യക്തമായി. മറവി പ്രശ്നമുള്ള ഓമന ഡാനിയൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. മാല പിന്നീട് ഓമന ഡാനിയൽ തന്നെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാണാതായ മാല വീടിന്റെ പിന്നിലെ ചവറക്കൂനയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന പേരൂർക്കട പോലീസിന്റെ കഥ നുണയാണ് എന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ബിന്ദുവിനെ അന്യായമായി സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശിവകുമാറും അറിഞ്ഞിരുന്നുവെന്നും രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ദളിത് യുവതിയെ മോഷണ കേസിൽ കുടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ദളിത് യുവതിയായ ബിന്ദുവിന്റെ അന്യായ കസ്റ്റഡിയെ ന്യായീകരിക്കാൻ പോലീസ് മെനഞ്ഞ കഥയാണ് ചവറക്കൂനയിൽ നിന്നും മാല കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമുണ്ട്. പാവപ്പെട്ട ഒരു സ്ത്രീയെ കുരുക്കാൻ ഇങ്ങനെയും കള്ളക്കഥയുണ്ടാക്കുമോ ഒരു പോലീസ് സംഘം? ഇതൊരു കള്ളക്കഥയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ കേസിൻ്റെ ഒരു റിപ്പോർട്ടിങ് നോക്കുമ്പം ഓമന ദാനിയൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് ഓർമ്മക്കുറവുള്ള സ്ത്രീയാണ്. അവരുടെ മാല കാണാതെ പോയി. ആ മാല അവർ എവിടെയെങ്കിലും ഊരി വെച്ചതാകാം, അല്ലെങ്കിൽ അവർ വീടിൻ്റെ പരിസരം നടക്കുമ്പം പൊട്ടി വീണതാകാം. ഏതായാലും മാല കണ്ടില്ല. കാരണം 4-5 പവനുള്ള മാലയാണ്. അത് കാണാതെ വന്നപ്പോൾ അവർ പോലീസിനെ അറിയിച്ചു. അപ്പോൾ അവരും ബിന്ദു എന്ന സ്ത്രീയെ സംശയിച്ചിട്ടുണ്ടാവണം. വീട്ടിൽ വേറെ ആരുമില്ല, ഇവരാണ് വന്നിട്ട് പോകുന്നത്. ആ വിവരം പോലീസ് റിപ്പോർട്ട് ചെയ്തു. പേരുക്കട പോലീസ് വന്നു. അവർ അതിനൊരു കേസെടുത്തു, മാല മോഷണം പോയതിന്. അതേസമയത്ത് അവർ ആ വീട്ടിൽ വേറെ ആരുമില്ല, ബിന്ദു എന്ന ലളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അവർ സിവിൽ പോലീസ് ഓഫീസർമാരാണ്. അവരെടുത്ത് ചാടി ഒരു കൺക്ലൂഷൻ എത്തി ഇവരായിരിക്കാണ് മോഷ്ടിക്കാൻ സാധ്യത. അവർ ജോലി കഴിഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അവരെ ചോദ്യം ചെയ്തു. ഇവരാണ് ഇത് എടുത്തതെന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തി. അവിടെയാണ് പോലീസിന് തെറ്റിയത്. അവരെ കസ്റ്റഡി വെച്ചു. കുറേ നേരം അവരെ ചോദ്യം ചെയ്തിട്ട് വിട്ടില്ല. അവർ ചോദ്യം ചെയ്തിട്ട് വിടണമായിരുന്നു. സ്ത്രീയാണ്, വനിതാ പോലീസ് ഉണ്ടാവണം. അവരെ ചോദ്യം ചെയ്തിട്ട് അവരെ വിട്ടേരെ. പക്ഷേ അവരെ അവിടെ ഡീറ്റെയിൻ ചെയ്തു. രാത്രി വളരെ താമസിച്ചു അവർ സ്റ്റേഷനിലിരുന്നു. വീട്ടിലെ ആൾക്കാർ അന്വേഷിച്ചപ്പം ഇങ്ങനൊരു മാലമോഷണവുമായി ബന്ധപ്പെട്ട് അവരെ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് ആ കുട്ടികൾക്ക് 15-17 വയസ്സുള്ള കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ആ കുട്ടികൾക്ക് കിട്ടിയ വിവരം. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ബിന്ദു. ഇത് കാണാതെ പോയപ്പം അവരുടെ പുറത്തേക്ക് പഴി ചാരി പരിചയം കുറഞ്ഞ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതാണ് സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത്. ഈ പേരൂർക്കടയിലെ മാലമോഷണ കേസ് എന്താണെന്ന് വിശദമായി അറിയാത്തവർക്കായി ഞാൻ ആ സംഭവം ഒന്ന് വിവരിക്കാം. അതിനുശേഷം വീണ്ടും ജോർജ് ജോസഫ് സാറിലേക്ക് വരാം. ഈ വർഷം മെയ് 23-നായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാണിക്കുന്നത്. ബിന്ദു ജോലിക്ക് നിന്ന അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് 2.5 പവന്റെ മാല മോഷണം പോയതായി വീട്ടുടമ ഓമന ഡാനിയൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ 20 മണിക്കൂർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഫോൺ പിടിച്ചുവാങ്ങിയ ശേഷം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് വിവസ്ത്രയാക്കി പരിശോധിപ്പിച്ചു.
SI ഉൾപ്പെടെയുള്ളവർ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇതിനിടെ ബിന്ദു കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ശുചിമുറിയിൽ നിന്ന് കോരി കുടിക്കാനായിരുന്നു ASI പ്രസന്നൻ പറഞ്ഞത്. ഇയാളെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പുലർച്ചെ 3:30 വരെ ചോദ്യം ചെയ്യൽ തുടർന്നു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ മക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചോദ്യം ചെയ്യലിന് ശേഷം പരാതിക്കാരിയുടെ വീട്ടിൽ തിരച്ചിലിനായി ബിന്ദുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. തൊണ്ടുമുതൽ ലഭിക്കാതെ വന്നതോടെ തിരികെ സ്റ്റേഷനിൽ എത്തിച്ചു. 24-ാം തീയതി ഉച്ചവരെ കസ്റ്റഡിയിൽ വെച്ചു. ഒടുവിൽ സ്വർണമാല പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. സംഭവത്തിൽ SI പ്രസാദിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ASI പ്രസന്നനാണ് തന്നെ മാനസികമായി ഉപദ്രവിച്ചത് എന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ബിന്ദു അന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. വീണ്ടും ജോർജ് ജോസഫ് സാറിലേക്ക്. സാർ, തെളിയിക്കപ്പെടാത്ത കേസിന്റെ മറവിൽ പാവപ്പെട്ട ഒരു ദളിത് സ്ത്രീയെ നിയമവിരുദ്ധമായി 20 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. ബിന്ദുവിന് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിനും മാനഹാനിക്കും ശാരീരിക അവശതയ്ക്കും എന്ത് നഷ്ടപരിഹാരം കൊടുക്കണം? തീർച്ചയായിട്ടും ഇപ്പം അവർ ഇന്നസെന്റ് ആണെന്ന് വന്നു. DOSP വിദ്യാധരൻ ആള് ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിച്ചു. ആ പോലീസിന്റെ പേരുക്കട പോലീസിന്റെ ഭാഷ്യം അവരുടെ അന്വേഷണ രീതി ശരിയായില്ല. അവര് ആ മാല രണ്ടാമത് ആ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടി. വീടിനകത്തുനിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്, അവിടുത്തെ വേസ്റ്റിന്റെ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയെന്നൊക്കെ. എങ്ങനെയാട്ടെ, അവിടെ തന്നെ മാല ഉണ്ടായിരുന്നു. അത് പ്രായമുള്ള സ്ത്രീയാണ് ഓമന ദാനിയൽ. അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഒരു ഓർമ്മക്കുറവ് വന്നാകാം, ചിലപ്പോൾ താഴെ വീണതാകാം. അവർ പറഞ്ഞു കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല. പോലീസ് ഒരു കൺക്ലൂഷനിലെത്തി, ഇത് ബിന്ദു അറിയാതെ പോവില്ല. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അങ്ങനെ ഒരു എടുത്തുചാടി ഒരു നിഗമനം, ഒരു അന്വേഷണ രീതിയുടെ ഭാഗമല്ല അത്. പോലീസ് അങ്ങനെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പരാതി തരുമ്പം അത് മോഷണം പോയതാണോ, അത് മിസ്പ്ലേസ്ഡ് ആണോ, എവിടെയെങ്കിലും വെച്ചതാണോ, ഇതൊക്കെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവായിട്ട് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. എടുത്തു ചാടി ഇതുപോലെയുള്ള പരിചയക്കുറവുള്ള ചില പോലീസുകാർ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പോലീസിലുണ്ടാക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ചാടി ഒരു കൺക്ലൂഷൻ എത്താൻ പാടില്ലായിരുന്നു. ഒരു സ്ത്രീ, പ്രായമുള്ള സ്ത്രീയാണ് ഓമന ദാനിയൽ. നല്ല സാമ്പത്തികം ഉണ്ട് അവർക്ക്. വിദേശത്ത് അവർ പോയി വരുന്നതാണെന്ന് തോന്നുന്നു. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അവിടെ അവർ ധരിച്ചിരുന്ന ഒരു മാല സ്വാഭാവികമായിട്ട് ഊരി വെക്കാമല്ലോ. അപ്പോൾ അവർക്ക് ഓർമ്മക്കുറവുള്ളതാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അവിടെ തന്നെ ഉണ്ടാവുമോ? ഇതൊക്കെയാണ് പോലീസ് ഇനീഷ്യലായിട്ട് പറയുന്നത്. എടുത്തു ചാടി മോഷണം പോയെന്ന് പറഞ്ഞ് അതേപടി വിശ്വസിച്ച് അത് ഇന്ന ആളാണ് കള്ളൻ അല്ലെങ്കിൽ കള്ളി എന്നൊരു നിഗമനത്തിൽ എത്തുന്നതിൽ അപക്വമായ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൽ നിന്നാണ് ഇതുവരെയുള്ള മണ്ടത്തരങ്ങൾ പോലീസിന് പറ്റുന്നത്, ആൾക്കാർക്ക് വേദന എടുക്കുന്നത്. പരാതിപ്പെട്ടത് ന്യായമാണ്, കാരണം അവരെ കാണാതെ പോയതാണ്, അത് മിസ്പ്ലേസ്ഡ് ആകാം, എങ്ങനെയാകാം. പക്ഷേ ചാടിക്കേറി ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ലളിതബാധ്യപ്പെട്ട ഒരു സ്ത്രീയെ അവരാണ് എടുത്തതെന്ന് അങ്ങ് നിഗമനത്തിലെത്തുക. 10-20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ അവരെ തടഞ്ഞു വയ്ക്കുക. അവരെ ഇനീഷ്യലായിട്ട് ചോദ്യം ചെയ്ത് വിട്. അവരെ 6 മണിയാകുമ്പോൾ അവരുടെ വീട്ടിലെത്തട്ടെ. പോലീസ് സ്റ്റേഷൻ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റിലേക്കല്ലേ പോകുന്നത്. 20 മണിക്കൂർ അവിടെ രാത്രി ഉൾപ്പെടെ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നു. അത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ, ഒരു കാര്യമില്ലാത്ത വീഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെയല്ല അന്വേഷണം. ഇതവരെ ആരാണ് അന്വേഷണം പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്വേഷണ രീതിയല്ല അതൊന്നും. അതൊക്കെ സാധാരണക്കാരുടെ ചില നിഗമനമാണ്. ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലെ ചില കാര്യങ്ങൾ സിവിൽ പോലീസ് ഓഫീസർമാരാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് ഈ മണ്ടത്തരങ്ങൾ പറ്റുന്നത്. അവിടുത്തെ അവൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ് അത് മാനേജ് ചെയ്യേണ്ടത്. അയാൾ ഇതിലൊക്കെ ഇഗ്നോറൻസ് കാണിക്കുന്നു പറഞ്ഞാൽ അയാളുടെ ഭാഗത്തുള്ള വീഴ്ചയല്ലേ? ഈ ഒരു സംഭവത്തിൽ SI പ്രസാദിനെയും ASI പ്രസന്നിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷൻ മതിയോ? പാവപ്പെട്ട സ്ത്രീയോട് ഇത്രയും ക്രൂരത കാണിച്ചതിന് ശരിക്കും ഇവർക്ക് സർവീസിൽ തുടരാൻ അനുമതി കൊടുക്കണോ ഇനി പോലീസ് അല്ലെങ്കിൽ സർക്കാർ? അത് അവര് സർവീസിൽ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അന്വേഷണത്തിൽ തെറ്റുപറ്റിപ്പോയി, അവരുടെ നടപടിക്രമത്തിലും തെറ്റുപറ്റി. അതിനവർക്കൊരു പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് കൊടുക്കാം. അവർക്ക് അതൊരു പാഠമാകണം. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാവും. പക്ഷേ അവരെ ഇങ്ങനെ ഒരു അന്വേഷണത്തിലെ അവർക്ക് ചില തെറ്റുപറ്റുകൾ അത് മനഃപൂർവ്വമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ചില കാര്യത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചു. അത് പ്രത്യേകിച്ച് ലളിതബാധ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയോട് കുറച്ച് കാരുണ്യം കാണിക്കണമായിരുന്നു. അതിനെന്തിനാണ് അവരെ ഡീറ്റെയിൻ ചെയ്തത്? അതൊരു ഡിസോണസ്റ്റായ ഇൻറ്റൻഷനാണ്. അത് ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെ ചോദ്യം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വിടണമായിരുന്നു. രാത്രിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരു വനിതാ പോലീസിനെ കൂട്ടി വിടുന്നതാണ് ഉചിതം. അങ്ങനെയൊക്കെയാണ് പോലീസ് ചെയ്യേണ്ടത്. പക്ഷേ അവരെ 10-20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചത് തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. അതിന് ഡിപ്പാർട്ട്മെന്റ് നടപടിയായിരിക്കും ഉചിതം. അല്ലാതെ
ആ കാര്യത്തിന് ഒരു റിമൂവലോ അല്ലെങ്കിൽ ഇവരുടെ പേരിൽ അത്ര ശക്തമായ ഒരു നടപടിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബിന്ദുവിനെ അന്യായമായി സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവകുമാറും അറിഞ്ഞിരുന്നുവെന്നും രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTV-യിൽ വ്യക്തമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതാണ് ശിക്ഷാ നടപടി. പക്ഷേ പോലീസിന് നാണക്കേടായ ഈ ഒരു സംഭവത്തിൽ മേലുദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണ്ടേ? അത് ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജ് ഇപ്പോഴത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും SHO ആയിട്ട് വരുന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ്. അയാൾ അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. അയാൾ ഒരു മേലുദ്യോഗസ്ഥൻ ചമ്മൻ അവിടെ ഇരിക്കാനും പാടില്ല. പോലീസ് സ്റ്റേഷനിലെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് സ്റ്റേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം അയാൾക്കാണ്. അതുകൊണ്ട് അവിടെ സിവിൽ പോലീസ് ഓഫീസർമാരും ഗ്രേഡ് സിവിൽ പോലീസ് ഓഫീസർമാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അധികാരമില്ല, അവകാശമില്ല. അവിടുത്തെ SHO പറയുന്നതനുസരിച്ച് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. അല്ലാതെ അവർക്ക് ഇഷ്ടം പോലെ. അതുകൊണ്ടല്ല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത്. മറ്റുള്ളവർ അയാളെ കീഴ് ജീവനക്കാരാണ്. ആ SHO പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യണമെന്ന് മാത്രമേ അവർ പറഞ്ഞു. അല്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അവകാശമില്ല. കാരണം എല്ലാ കാര്യത്തിലും നിർദ്ദേശം SHOയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹം വന്ന് ഒരു മേലുദ്യോഗസ്ഥനെ പോലെ അവിടെ വന്നിരുന്ന് ഇവർ ചെയ്ത കാര്യം നിങ്ങൾ ആ സമയത്ത് രാത്രി വന്ന് ചോദ്യം ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അയാൾ അറിയണം. അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് കസ്റ്റഡി എടുക്കാൻ കഴിയില്ല. കാരണം എല്ലാ സംഭവങ്ങളിൽ ഒരു SHOയുടെ പവറുണ്ട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ SHO അറിയണമല്ലോ. അയാൾ ചോദ്യം ചെയ്തിട്ട് അയാളുടെ ഉത്തരവാദിത്തത്തിൽ അവർ സുരക്ഷിതമായിട്ട് അവരെ വീട്ടിലാക്കണമല്ലോ. എന്തിനാണ് 20 മണിക്കൂറോളം വന്നത്? അത് മനസ്സിലാകുന്നില്ല. അവർ പോട്ടെ, കാരണം ഒരു വീട്ടിൽ നിന്നൊരു സാധനം, ഒരു മാല മോഷണം പോയെന്ന് പറഞ്ഞാൽ ഒരാളെ സംശയിക്കാൻ യാതൊരു തടസ്സവുമില്ല. പക്ഷെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഡീറ്റെയിൻ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനല്ല, സംശയിച്ച് ചോദ്യം ചെയ്തോളൂ, അത് ക്ലാരിഫൈ ചെയ്തോളൂ. ഒരു 50 പ്രാവശ്യം അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തോളൂ, ഒരു തടസ്സവുമില്ല. പക്ഷേ ആ പ്രശ്നം തീരുന്നിടം വരെ അവരെ പോലീസ് സ്റ്റേഷൻ ഡീറ്റെയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ആ SHOയെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ശിവകുമാറിനെ അവിടുന്ന് നേരെ കോഴിക്കോടൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. അതൊരു പണിഷ്മെന്റ് എന്ന് പറയാനൊക്കത്തില്ല. അയാളുടെ ഭാഗത്തുള്ള വീഴ്ച വെച്ച് അവിടെ തന്നെ അയാളെ അവിടെ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ. കുറച്ച് ദൂരെയോട്ട് അങ്ങ് തട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ ശിവകുമാർ അവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാൾ അറിയാതെ ഈ ലേഡി അവിടെ വിളിച്ചു വരുത്താൻ പാടില്ല. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കാരണം സിവിൽ പോലീസ് ഓഫീസർക്ക് ഒരു SHO ഉള്ളിടത്ത് അയാൾ അറിയാതെ ഒരു തീരുമാനം എടുക്കാൻ മറ്റുള്ള പോലീസുകാർക്ക് അധികാരമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം എല്ലാവരും. നമ്മൾ കുറേ ദിവസങ്ങളിലായി കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ പറ്റി ചർച്ച ചെയ്യുകയാണ്. അതിനിടയിലാണ് പേരൂർക്കട മാലമോഷണ കേസിലെ പോലീസിന്റെ ചതി കൂടി പുറത്തു വരുന്നത്. കള്ളക്കേസെടുക്കുന്ന പോലീസുകാർക്കെതിരെ മറ്റെന്തൊക്കെ നടപടി ആഭ്യന്തര വകുപ്പിന് സ്വീകരിക്കാം? കള്ളക്കേസ് എടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തെറ്റായ ചില നിഗമനത്തിലൊക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നടപടിയിൽ തന്നെ ഒതുക്കി നിർത്താം. മനഃപൂർവ്വം കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസിൽ ആവശ്യമില്ല, അവരെ പിരിച്ചുവിടേണ്ടി വരും. ഇപ്പം തന്നെ കുന്നംകുളത്തെയും അതുപോലെ പീച്ചിയിലെയും ഒക്കെ സംഭവം നമ്മൾ കണ്ടു. പോലീസ് മർദ്ദിച്ചിട്ട് കള്ളക്കേസ് എടുക്കുകയാണ്. അങ്ങനെയുള്ളവരെയൊന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ വാഴ്ത്താനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളവരെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. അതിനുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കണം. കാരണം ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഇമേജാണ് കളയുന്നത്. പൊതുജനങ്ങൾ സഹിക്കുകയാണ്, അവർക്ക് മാരകമായി പരിക്കേൽക്കുകയാണോ ഒരു കാര്യമില്ലാതെ. അങ്ങനെയല്ല, പോലീസിൻ്റെ വർക്ക് അതല്ലല്ലോ. അത് ഒരു ഒഫൻസ് നടന്നാൽ സത്യസന്ധമായ കേസുകൾ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ മാത്രം അറസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാണുന്നവനെയൊക്കെ കൊണ്ട് ഇടിച്ച് നൂത്ത് അവനെ പരിക്കേൽപ്പിക്കുന്ന ഒരു സംവിധാനമൊന്നും കേരളത്തിൽ ഇന്ത്യയിൽ എങ്ങുമില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറച്ചുകൂടെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു അന്വേഷണത്തിൽ തെറ്റുപറ്റിയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കുകയും ചവിട്ടി താക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും കഴിയില്ല. അതിനിവിടെ നിയമ സംവിധാനമുണ്ട്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും. കേസെടുക്കുന്ന മാത്രമല്ല, അവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് സർക്കാരല്ല. ഇവർ കാണിക്കുന്ന ഇതുപോലുള്ള അക്രമവാസന മനുഷ്യൻ്റെ പുറത്തും ശരീരത്തിൽ ഏൽപ്പിക്കുന്ന സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് പോവുകയും ചെയ്യും. രണ്ടാമത് കോമ്പൻസേഷൻ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടിയും വരും. ഈ ദളിത് യുവതിയെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട പോലീസിനൊപ്പം ഓമന ഡാനിയലിനെതിരെയും നടപടി എടുക്കാൻ കഴിയില്ല. കാരണം അവർ മറവി ഉണ്ടോ എങ്ങനെ ഉണ്ടോ അവരുടെ മാല മോഷണം പോയി, അത് പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസല്ലേ പിന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഓമന ദാനിയലല്ലോ. ഓമന ദാനിയൽ ഒരു മാല പോയെന്നുള്ള കൃത്യമാണ്. അത് പിന്നീട് അവിടെ അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കിടന്ന് കിട്ടി. അവർക്കൊരു ഫോർഗെറ്റിംഗ് മറവിയുണ്ട് അവർക്ക്. അതെല്ലാവർക്കും പ്രായമായ 50 വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും പല മറവികളും വരാം. അപ്പോൾ അത് പോലീസ് മനസ്സിലാക്കണം. അവർ പ്രായമുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞതിനകത്ത് സത്യമുണ്ടോ, അവർ ഓർമ്മക്കേടാണോ ഓർമ്മക്കുറവാണോ
അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായി അവരുടെ കയ്യിൽ നിന്ന് സാധനം പോയതാണോ, വീടിനകം മുഴുവൻ സെർച്ച് ചെയ്യണം, വീടിൻ്റെ പരിസരവും സെർച്ച് ചെയ്യണം. അതിനുശേഷമേ ഒരാളെ സംശയിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരു അന്വേഷണ ടാലൻസ് ഉള്ളവരായിരിക്കണം പോലീസിൽ. അല്ലാതെ ഇതുപോലെ എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുകയും പൊതുജനങ്ങളെ ഉപയോഗിക്കുകയും പ്രത്യേകിച്ച് ആ ലളിത സ്ത്രീയെ അവരെ അവമാനിക്കുകയും അവരുടെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുന്നതാണ്. അമ്മയെ വെറുതെ ഒരു കുറ്റച്ചാറ് കള്ളിയായിട്ട് ഒരു കുറ്റച്ചാറ് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അപമാനമാണ്. അവർ വലിയ കടുങ്കൈ ചെയ്ത് കളയും. അവരുടെ വീടുമൊക്കെ നമ്മൾ കണ്ടല്ലോ. അവരുടെ ആ സ്ഥിതിവിശേഷം, സാമ്പത്തിക സ്ഥിതിയും അവരുടെ അവസ്ഥയും താമസ സ്ഥലവും എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ പോലീസിന് എപ്പോഴും കരുണ വേണം. അവരെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്താൽ തന്നെ അത് ക്ഷമിക്കാനേ മാർഗമുള്ളൂ. പിന്നെ ഏതെങ്കിലും കുറ്റകൃത്യം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ. എങ്കിലും അവരോട് കുറച്ച് കാരുണ്യം കാണിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടെ നിവൃത്തിയോട് കൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ തന്നെ അത് പോലീസ് മനസ്സിലാക്കാനുള്ള കഴിവ് പോലീസിന് വേണം. അതുപോലെ ഒരു നിത്യമായിട്ട് മോഷ്ടിച്ച് നടക്കുന്നവരോ കള്ളത്തരം കാണിക്കുന്നവരോ ഒന്നും അല്ലല്ലോ പൊതുജനങ്ങളെല്ലാവരും. അപ്പോൾ അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ റെയർ ആയിട്ടുള്ളൂ. ആ രീതി ആ കണ്ണുകൊണ്ട് ഈ സാധാരണക്കാരനെ കാണാൻ പാടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പോലീസ് ഇപ്പോൾ ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. വലിയൊരു അഴിച്ചുപണി വേണ്ടി വരുമോ നമ്മുടെ പോലീസ് സേനയിൽ? സേനയിലെ ഇപ്പം ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളും മർദ്ദനമൊക്കെ നടത്തിയവരെ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ആ പോസ്റ്റിൽ നിന്ന് മാറ്റണം. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ മർദ്ദനം UDF കാലത്തും LDF കാലത്തും എല്ലാം ഇപ്പം പൊങ്ങി വരുന്നു. അതിഭീകരമായ ക്രൂരമായ മർദ്ദനം സഹിച്ച് അത് ആരോഗ്യസ്ഥിതി മോശമായി നടക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്കെതിരായി അവരെ ഈ ഉപദ്രവിച്ചവർക്കെതിരായിട്ട് കൃത്യമായ നടപടി ഇനിയെങ്കിലും വേണ്ടി വരും. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. രണ്ടാമത് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാനൊക്കില്ല. ഇവിടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല സ്ഥലത്ത് പോയിരുന്ന് ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരിക്കലും പോലീസ് സേനയ്ക്ക് ആവശ്യമില്ല. പോലീസിൽ അവരെ ഒരിക്കലും നിലനിർത്താൻ കഴിയില്ല. അവരെ റിമൂവ് ചെയ്യുക, എത്രയും പെട്ടെന്ന് പോലീസിന് പിരിച്ചുവിടുക, അതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് പോലീസ് മേലധികാരികൾ ചെയ്യേണ്ടത്.